ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതുപോലെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജായി അയയ്ക്കുക. ഒരു കാരണവശാലും നേരിട്ട് വിളിക്കാതെ ഇരിക്കുക. ദോഷപരിഹാരങ്ങൾക്കും ജീവിത ലക്ഷ്യം കാണുന്നതിനായും യന്ത്രധാരണം അനിവാര്യമാണ്. ജാതക പരിശോധന നടത്തി നിങ്ങൾക്ക് ആവശ്യമുള്ള യന്ത്രം ഏതെന്ന് തിരിച്ചറിഞ്ഞ് കൃത്യമായും നിങ്ങൾക്കത് നൽകുന്നതാണ്. ജീവിത വിജയത്തിനും തൊഴിലിനുമായി മഹാസുദർശന യന്ത്രവും, വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ വിജയത്തിനും പരീക്ഷാ വിജയത്തിനുമായി വിദ്യാലക്ഷ്മി യന്ത്രവും, വിവാഹം നടക്കുന്നതിനായി സ്വയംവര യന്ത്രവും, ദാമ്പത്യ വിജയത്തിനായി ബാണേശിയും, ശത്രുദോഷ നിവാരണത്തിനായി ബഹുളാമുഖിയും ധരിക്കുക. കാളസർപ്പയോഗം അടിമുടി മാറ്റുന്നതിനായിട്ടുള്ള പരിഹാര മാർഗങ്ങൾ പൂർണ്ണമായും ഇവിടെ ലഭ്യമാണ്. കാളസർപ്പയോഗം മാറ്റുന്നതിലൂടെ ജീവിതത്തിലെ സർവ്വ സൗഭാഗ്യങ്ങളും വരിക തന്നെ ചെയ്യും. ഒരു കാര്യം പ്രത്യേകം അറിയിക്കുന്നു, താല്പര്യമുള്ളവർ മാത്രം ബന്ധപ്പെടുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം ഗുബിധ്യജംബുബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദമുദ്രം. ഓം പരമേശ്വരായ നമോ നമോ, വിഘ്നേശ്വരായ നമോ നമോ, പാർവദേവി അമ്മേ ഭഗവതി, ഓം ബാലകൃഷ്ണ സുബ്രഹ്മണ്യനെ അയ്യപ്പസ്വാമി. ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. 2026 പുതുവർഷം ആരംഭിച്ചിരിക്കുന്നു. 2025 ഗ്രഹയോഗങ്ങളും ഭാഗ്യങ്ങളും ഒക്കെ നമ്മുടെ ഈ സുദർശന TVയിലൂടെ അറിഞ്ഞവരാണ് നിങ്ങൾ. അതുപോലെ തന്നെയാണ് 2026 നിങ്ങൾക്ക് വരാൻ കഴിയുന്ന ശുഭയോഗങ്ങളും അതുപോലെ തന്നെ ജീവിത ദൗർഭാഗ്യങ്ങളുണ്ടെങ്കിൽ അതിനെ അകറ്റുന്നതിനായിട്ടുള്ള മാർഗങ്ങളുമൊക്കെ നമ്മൾ സുദർശന TVയിലൂടെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ 2026 സംജാതമാകാൻ പോകുന്നത് തുടക്കത്തിൽ തന്നെ, അതായത് ജനുവരി 1 തന്നെ സംജാതമാകാൻ പോകുന്നത് 4 യോഗങ്ങളുടേതായ ചേർച്ചയാണ്. അതായത് ആദിത്യ യോഗം അഥവാ രവിയോഗം, ചാന്ദ്രയോഗം, അതുപോലെ തന്നെ സമസപ്തക യോഗം, അതുപോലെ തന്നെ ശുഭയോഗം തുടങ്ങി 4 യോഗങ്ങളുടെ ചേർച്ചയാണ് ജനുവരി 1 മുതൽ ഉണ്ടാകാൻ പോകുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ 2026 ഡിസംബർ മാസം 31 വരെ ഈ യോഗങ്ങളുടെ ഭാഗ്യം നിലനിൽക്കുക തന്നെ ചെയ്യും. ഈ യോഗത്തിൻ്റെ ഭാഗ്യം അനുഭവിക്കുവാനുള്ള എല്ലാ വിധിയുമുള്ളത് 5 രാശിക്കാർക്കാണ്. തീർച്ചയായിട്ടും 2026 തുടക്കം തന്നെ ഇത്തരത്തിലുള്ള വലിയ ഭാഗ്യദായകമായിരിക്കുന്ന 4 യോഗങ്ങളുടെ ചേർച്ച അനുഭവിക്കുക എന്ന് പറയുന്നത് സർവ്വ സൗഭാഗ്യങ്ങൾ തന്നെയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരും. അതുപോലെ തന്നെ സാമ്പത്തികമായ നിലയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരും. കടബാധ്യതയിൽപ്പെട്ട് ജീവിതം ഉഴലുന്ന രാശിക്കാർ ഇതിനകത്തുണ്ടെങ്കിൽ ആ ബാധ്യത ഒന്നാകെ മാറി സമൃദ്ധിയുടേതായിരിക്കുന്ന ജീവിത പശ്ചാത്തലത്തിലേക്ക് എത്തിപ്പെടും. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയായി നമുക്ക് പറയാനുള്ളത് ഈ 4 യോഗത്തിൻ്റെയും അധിപനായി നിൽക്കുന്നത് വിഷ്ണു ഭഗവാനാണ്. ഭഗവാൻ വിഷ്ണുദേവനെ വ്യാഴാഴ്ചകളിൽ പൂജിക്കുന്നത് വളരെ അഭികാമ്യമാണ്. വ്യാഴഗ്രഹം തന്നെ ധനകാരകനായും ഭാഗ്യകാരകനായും നിലനിൽക്കുന്ന ഒന്നാണ്. വ്യാഴഗ്രഹത്തിൻ്റേതായിരിക്കുന്ന അധിപനാണ് മഹാവിഷ്ണുദേവൻ. അതുകൊണ്ട് വ്യാഴാഴ്ചകൾ ഇനി വളരെയധികം പ്രാർത്ഥനാജന്യമാകുന്ന ദിനങ്ങളായി മാറും. വ്യാഴാഴ്ചകളിൽ തീർച്ചയായിട്ടും വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് എല്ലാ രാശിക്കാരും ചെയ്യേണ്ടത്. പ്രധാനമായും നമ്മൾ പറയാൻ പോകുന്ന ഈ 5 രാശിക്കാർ തീർച്ചയായിട്ടും വിഷ്ണു ഭഗവാനെ വ്യാഴാഴ്ചകളിൽ പൂജിക്കുക എന്നുള്ളതാണ്. വിഷ്ണു ദേവ ദർശനം, അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമ ജപം, അതുപോലെ തന്നെ വിഷ്ണു മന്ത്രം പ്രാർത്ഥിക്കൽ, അതായത് എള്ളുകിഴിയൊക്കെ കത്തിച്ച് വിഷ്ണു മന്ത്രം ജപിക്കുക എന്നുള്ളതാണ്. ശനി മന്ത്രത്തോടൊപ്പം വിഷ്ണു മന്ത്രവും ജപിക്കുക. അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു ചേരുന്ന മഹത്വപൂർണമായിരിക്കുന്ന ഒരു വർഷമാണ് 2026 എന്നുള്ളത്.
തുടക്കത്തിൽ തന്നെ ഇത്രയും ഭാഗ്യം വന്നു ചേരുക എന്ന് പറയുമ്പോൾ പിന്നീട് അങ്ങോട്ട് വരുന്ന ഓരോ കാലഘട്ടത്തിലും പൊതുവിൽ എല്ലാ രാശിക്കാർക്കും 2026 സൗഭാഗ്യ വർഷമാണെന്നാണ് ജ്യോതിഷവിധി എന്ന് പറയുന്നത്. വല്ലപ്പോഴും ഒരിക്കലും അത് വളരെ ചെറുതായിട്ട് തന്നെ എന്തെങ്കിലും ദൗർഭാഗ്യങ്ങളൊക്കെ വന്നു ചേരുന്നെങ്കിലേ ഉള്ളൂ. അപ്പോൾ ശരിക്കും അധ്വാനിക്കുന്ന ഈശ്വരവിശ്വാസത്തെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഏവർക്കും ഐശ്വര്യത്തിൻ്റേതായിരിക്കുന്നൊരു വർഷം തന്നെയാണ് 2026. അതായത് ഈ പറഞ്ഞ നമ്മൾ പറഞ്ഞ 4 യോഗങ്ങളുടെ വ്യവസ്ഥകൾ ആദ്യം അനുഭവിക്കാൻ ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്നത് അശ്വതി ഭരണി കാർത്തിക കാൽ നിറഞ്ഞ മേടം രാശിയാണ്. അശ്വതി ഭരണി കാർത്തിക കാൽ ചേർന്ന് നിൽക്കുന്ന മേടം രാശിക്കാണ് ഈ 4 യോഗങ്ങളുടെ ഭാഗ്യം ആദ്യമായി നിറയുന്നത്. മംഗളകരമായ ജീവിതത്തിന് തുടക്കമുണ്ടാവുക എന്നുള്ളതാണ് ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇന്നലെ വരെ ജീവിതത്തിൽ ദുഃഖങ്ങളോ ദുരിതങ്ങളോ നിറഞ്ഞു നിൽക്കുന്ന ഇവർക്ക് അതെല്ലാം ഒഴിവായി ജീവിതം സർവമംഗളപരമായി മാറും. അതുപോലെ തന്നെ ജീവിതത്തിൽ നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും ഉണ്ടാകും. സൂര്യദേവൻ്റെ സ്വാധീനം ഉറപ്പായും ഈ രാശിക്കാർക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. സാമ്പത്തിക സ്ഥിതിയൊക്കെ വളരെ മികച്ചതായി മാറുമെന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ജീവിതത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറയും. ബിസിനസ്സിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന വർഷമാണ് 2026. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ബിസിനസ്സിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയ വിജയം വന്നു ചേരും. നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും. സമൃദ്ധിദായകമായിരിക്കുന്ന ജീവിതത്തിലേക്ക് ബിസിനസ് വഴി നീങ്ങാൻ കഴിയും. അതുപോലെ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ പല ബ്രാഞ്ചുകൾ മറ്റ് പലയിടത്തും സ്ഥാപിക്കുന്നതിനായിട്ട് കഴിയുന്ന വർഷം കൂടിയിട്ടാണ് മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം നിലനിൽക്കുന്നത്. ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കും എന്നുള്ളത് വ്യക്തമായും എടുത്തു പറയേണ്ടുന്ന കാര്യം തന്നെയാണ്. ബന്ധുജനങ്ങളുടെയും സുഹൃത്ജനങ്ങളുടെയും ഇടപെടൽ നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള നല്ല പോക്കിന് ഐശ്വര്യപൂർണ്ണമായി തീരുമെന്നുള്ളതും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ വിനോദ യാത്രകളിലൊക്കെ പങ്കെടുക്കുവാനും ജീവിതത്തിൽ വളരെ ആഹ്ലാദപൂർണ്ണമായിരിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ വന്നു ചേരുന്നതായിട്ടും ഈ മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുഭവിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. സന്തോഷ വ്യവസ്ഥകൾ വന്നു ചേരുക തന്നെ ചെയ്യും. കുടുംബത്തിൽ സന്തോഷം, ദാമ്പത്യ ജീവിതത്തിലൊക്കെ സന്തോഷം, പൂർണ്ണമായി സന്തോഷം നിറയുന്ന സമ്പൽ സമൃദ്ധിയുടെ നാളുകളാണ് ഈ 4 യോഗങ്ങൾ വന്നു ചേരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മേടം രാശിക്ക് അനുഭവവേദ്യമാകാൻ പോകുന്നു. തീർച്ചയായിട്ടും അനുഭവവേദ്യമാകാൻ പോകുന്നത് തീർച്ചയായിട്ടും ഭാഗ്യക്കുറി ഭാഗ്യങ്ങളാണെങ്കിലും അതുപോലെ തന്നെ നറുക്കെടുപ്പ് ഭാഗ്യങ്ങളാണെങ്കിലും ഒക്കെ തന്നെ ഉദ്ദേശിക്കുന്നതിനപ്പുറത്തേക്ക് ധാരാളം ഭാഗ്യങ്ങൾ നിറയുന്ന ഒരു വ്യവസ്ഥിതി മേടം രാശിക്കാർക്ക് വന്നു ചേരും. അടുത്തത് മകയിരം പകുതി തിരുവാതിര പുണർതം മുക്കാൽ ചേരുന്ന മിഥുനം രാശി. അവരുടെ ആനന്ദം വർദ്ധിക്കുകയാണ്. ജീവിതത്തിൻ്റെ ആനന്ദം പൂർണ്ണമായും വളരെയധികം ഗംഭീരമായി വർദ്ധിക്കുന്ന ഒരു സമയമാണ് 2026 എന്ന് പറയുന്നത്. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വരുന്ന 365 ദിവസങ്ങൾ അഥവാ ഒരു വർഷം എന്ന് പറയുന്നത് ആഹ്ലാദത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും വർഷമായിരിക്കും. കരിയറിലൊക്കെ വലിയ മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത്. പല കോണുകളിൽ നിന്ന് ധനം വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. കിട്ടാതെ കിടന്നിരുന്ന ധനം വന്നു ചേരുന്നതിനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. ഉപേക്ഷിക്കപ്പെട്ട ധനം പോലും തിരികെ വരും. അതിനുള്ള ഭാഗ്യം തീർച്ചയായും ഉണ്ടാകുന്നു. നിധി പോലെയുള്ള വസ്തുവകകൾ കണ്ടുകിട്ടാനുള്ള ഭാഗ്യവും ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന കാര്യമാണ്. അതുപോലെ തന്നെ മക്കളോടും ഭാര്യയോടുമൊത്ത് കൂടുതൽ സമയം ചിലവഴിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് എത്തിച്ചേരും. അത് ഉദ്യോഗസ്ഥരാണെങ്കിലും അതുപോലെ തന്നെ വിദേശ രാജ്യത്ത് വസിക്കുന്നവരാണെങ്കിലും ഒക്കെ ഭാര്യയോടും മക്കളോടുമൊത്ത് കൂടുതൽ സമയം ചിലവഴിക്കാനുള്ള ഭാഗ്യം വന്നു ചേരുമെന്നതും വ്യക്തമായും പറയേണ്ടുന്ന കാര്യം തന്നെയാണ്. അത്രത്തോളം ആഹ്ലാദകരമായ ഒരു ജീവൽ പശ്ചാത്തലമാണ് മിഥുനം രാശിക്കാർക്ക് വരാൻ പോകുന്നത്. ദാമ്പത്യത്തിൻ്റെയും അതുപോലെ തന്നെ കുടുംബത്തിൻ്റെയും സന്തോഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ജീവിതത്തിൽ വന്ന് ഭവിക്കും മിഥുനം രാശിക്കാർക്ക്. വിദേശത്തു നിന്ന് ധനനേട്ടം പ്രതീക്ഷിക്കാം. ദൈവാനുഗ്രഹം മിഥുനം രാശിക്കാരോടൊപ്പം എപ്പോഴും ഉണ്ട് എന്ന് പറയേണ്ടി വരുന്നത് പോലെയുള്ള പ്രവർത്തനമാണ് ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. സാമ്പത്തികമായ മാറ്റം മിഥുനം രാശിക്കാർക്ക് ഏറെ ആഹ്ലാദം നൽകും.
കടബാധ്യതകളിൽ നിന്നൊക്കെ മിഥുനം രാശിക്കാർക്ക് പൂർണ്ണമായും രക്ഷ നേടാൻ കഴിയുന്ന വർഷമാണ് 2026. കാരണം 4 ഗംഭീരമായിരിക്കുന്ന യോഗങ്ങളുടെ കൂട്ടായ്മയിലൂടെയാണ് 2026 അനുഗ്രഹം മിഥുനം രാശിക്കാർക്ക് ലഭിക്കുന്നത്. പിന്നെ പറയാനുണ്ടോ, ഏറ്റവും നല്ലൊരു കാലമാണ് മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 2026. അടുത്തത് കന്നിരാശിയാണ്. ഉത്രം മുക്കാൽ അത്തം ചിത്തിര പകുതി ചേരുന്ന കന്നിരാശി. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 4 ഗ്രഹങ്ങളുടെ സംയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ഭാഗ്യം ജീവിതത്തെ മൊത്തത്തിൽ സാമ്പത്തികമായിട്ട് ഉയർച്ചയിലേക്ക് പോകുന്നതിന് സഹായിക്കുമെന്നുള്ളതാണ്. ഇന്നലെ വരെ ഉണ്ടായിരുന്ന എല്ലാ ബാധ്യതകളും പൂർണ്ണമായും ഒഴിവായി ആഹ്ലാദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നിമിഷങ്ങളായിരിക്കും 2026 ഈ കന്നിരാശി നക്ഷത്ര ജാതർക്ക് വന്നു ചേരുന്നത്. ജോലിയിൽ എല്ലാ ഉയർച്ചകളും ഉണ്ടാകും. അതുപോലെ തന്നെ ട്രാൻസ്ഫർ ലഭിക്കേണ്ടുന്ന ഉദ്യോഗസ്ഥർക്ക് ട്രാൻസ്ഫർ ലഭിക്കും. പ്രമോഷൻ ലഭിക്കേണ്ടവർക്ക് പ്രമോഷൻ ലഭിക്കും. പ്രമോഷൻ തടഞ്ഞു വച്ചിരിക്കുന്ന ഉദ്യോഗ വ്യവസ്ഥകൾക്ക് പോലും അത് മാറിയിട്ട് തീർച്ചയായിട്ടും പ്രമോഷൻ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അതിലൂടെയൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയും. കരിയറിലുള്ള മാറ്റം വളരെ വലുതാണ് കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വന്നു ചേരുന്നത്. അതുപോലെ തന്നെ സുഹൃത്തുക്കൾ ഒപ്പം കൂടുന്നത് വളരെ ഭാഗ്യമാണ്. നല്ല സുഹൃത്തുക്കളായിട്ടുള്ളവർ ഒപ്പം കൂടും. തീർച്ചയായും അവരുടെ കൂട്ടത്തിൽ കൂടുന്ന വ്യവസ്ഥിതി നമ്മുടെ ജീവിതത്തിന് ഒരുപാട് സമൃദ്ധിദായകമായിരിക്കുന്ന വഴികൾ സമ്മാനിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ തീർത്ഥാടന യാത്രകൾക്കുള്ള ഭാഗ്യം കാണുന്നു. ബന്ധു സമാഗമത്തിനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. വളരെ കാലമായി വിദേശത്ത് വസിക്കുക അല്ലെങ്കിൽ വളരെ കാലമായി പിരിഞ്ഞിരിക്കുക, ഇങ്ങനെയുള്ള ബന്ധുക്കൾ തീർച്ചയായിട്ടും കന്നിരാശിക്കാരായിരിക്കും നക്ഷത്രജാതരോട് ചേരുന്നതിനായി ആഗ്രഹിച്ചെത്തിച്ചേരുന്നത് വളരെ സന്തോഷകരവും സൗഭാഗ്യവുമാണ്. അതുപോലെ തന്നെ ഈ 4 യോഗങ്ങളുടേതായിരിക്കുന്ന യോജിപ്പ് കന്നിരാശിക്കാരുടെ വരുമാനം 4 ഇരട്ടിയായി വർദ്ധിപ്പിക്കും എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഭാഗ്യക്കുറി പോലെയുള്ള വലിയ നേട്ടങ്ങൾ കന്നിരാശിക്കാർക്ക് വന്നു ചേരും. വിദേശ ലോട്ടറിയിൽ നിന്ന് പോലും വരുമാനം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആയി മാറുന്ന തരത്തിൽ കന്നിരാശിക്കാർക്ക് അനുഭവിക്കുവാനുള്ള ഭാഗ്യം വന്നു ചേരും. തീർച്ചയായും കന്നിരാശിക്കാരായ നക്ഷത്രജാതർക്ക് വലിയ ഭാഗ്യമാണ് 4 ഗ്രഹങ്ങളുടെ യോജിപ്പ് ഉണ്ടാക്കുന്നത്. തീർച്ചയായും ഏറ്റവും നല്ല ഭാഗ്യമുള്ള ഒരു വർഷമായിട്ട് 2026 കന്നിരാശിക്കാർക്ക് കണക്കാക്കുവാൻ കഴിയും. അത്രത്തോളം ജീവൽ തൃപ്തിയാണ്, അത്രത്തോളം ജീവൽ സംതൃപ്തിയാണ് ഉണ്ടാകാൻ പോകുന്നത്. സമ്പൽ സമൃദ്ധിയുടെ ഏറ്റവും ഉയരങ്ങളിലേക്ക് എത്തിയിരിക്കുവാൻ കന്നിരാശിക്കാർക്ക് കഴിയും 2026. അടുത്തത് വൃശ്ചികം രാശിയാണ്. വിശാഖം, കാൽ, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ ചേരുന്ന വൃശ്ചികം രാശി. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 4 യോഗങ്ങളുടെ സംയോഗം അതിഭാഗ്യമാണ് നൽകുന്നത്. തീർച്ചയായിട്ടും യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുമെന്നുള്ളതാണ് ഏറ്റവും ആദ്യം പറയാനുള്ളത്. വൃശ്ചികം രാശി നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്ന യുവാക്കൾക്ക് 2026 ഗവൺമെൻറ് പോസ്റ്റിൽ ഒപ്പിടാനുള്ള ഭാഗ്യമുണ്ടാകും. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് പോയി തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വൃശ്ചികം രാശി നക്ഷത്രജാതർക്ക് സഫലീകൃതമാകുമത്. അതുപോലെ തന്നെ പഠന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വൃശ്ചികം രാശി നക്ഷത്രജാതർക്ക് അതും സാധ്യമാകുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും കടബാധ്യതകളിൽപ്പെട്ട് ഉഴലുന്ന വൃശ്ചികം രാശി നക്ഷത്രജാതർക്ക് 2026 ജനുവരി 15 മുതൽ ഉണ്ടാകുന്ന സമയം വളരെ മേന്മയുള്ളതാണ്. ജനുവരി 1 മുതൽ തുടങ്ങുന്ന 4 യോഗങ്ങൾ 2026 ഡിസംബർ മാസം 31 വരെ നിലനിൽക്കും. ഈ കാലയളവ് മുഴുവൻ വൃശ്ചികം രാശിക്കാർക്ക് ഭാഗ്യത്തിൻ്റേതായിരിക്കുന്ന വൻ വരവ് തന്നെയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ജോലിയിൽ സഹപ്രവർത്തകരുടേതായിട്ടുള്ള കൂട്ടായ്മയുണ്ടാകും. ജോലിയിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ കീർത്തിതമായിരിക്കുന്ന വ്യവസ്ഥിതി വന്നു ചേരും. പിന്നെ വിദ്യാർത്ഥികൾക്ക് വളരെ ഉണർവുണ്ടാകുന്ന ഒരു കാലമാണ്. കോൺട്രാക്റ്റ് വ്യവസ്ഥകളിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ തൊഴിൽ സ്ഥിരമാകുന്നതിനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. സൗഹൃദങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ നിങ്ങൾക്ക് സഹായകമാകും. ശുഭകാര്യങ്ങൾ ഒരുപാട് ജീവിതത്തിൽ സംഭവിക്കുമെന്നുള്ളതാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന അതിനുമപ്പുറത്തേക്കുള്ള ജീവൽ സൗഭാഗ്യങ്ങളാണ് വൃശ്ചികം രാശിക്കാർക്ക് വന്നു ചേരുന്നത്. ഈ 4 യോഗങ്ങൾ തീർച്ചയായും വൃശ്ചികം രാശിക്കാരെ
സർവ സമ്പൽ സമൃദ്ധിയുടെ ഒരു മഴ നനയിക്കുമെന്ന് പറയുന്നതാവും ഏറ്റവും നല്ലത്. 2026 സർവ്വ സൗഭാഗ്യങ്ങളുടെ വർഷമാണ് വൃശ്ചികം രാശിക്കാർക്ക്. അവിട്ടം പകുതി ചതയം പുരുരുട്ടാതി മുക്കാൽ ചേരുന്ന കുംഭരാശിയാണ് അടുത്തത്. കുംഭരാശിക്കാർക്ക് 4 യോഗങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവിത വിജയം എത്രത്തോളം ഉണ്ടാകുമെന്ന് നിർവചിക്കുന്നതിനും അപ്പുറത്തേക്കാണ്. തീർച്ചയായും അത്രത്തോളം വലിയ സൗഭാഗ്യമാണ് കുംഭം രാശിക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത്. ജോലിയൊക്കെ പൂർണ്ണമായും ലഭിക്കും. അതുപോലെ തന്നെ സമ്പൽ സമൃദ്ധിയുടേതായിരിക്കുന്ന ഒരു വർഷമായി 2026 വന്നു ചേരും. കടബാധ്യതകളൊക്കെ പൂർണ്ണമായും ഒഴിഞ്ഞു പോകും. തന്നെയുമല്ല, ജീവിതത്തിൽ ഇനി ഒരിക്കലും കടം വന്നു ചേരാത്ത തരത്തിൽ സമ്പത്ത് നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുമെന്നുള്ളത് ഉറപ്പിച്ചു പറയാൻ കഴിയുന്നൊരു കാര്യമാണ്. അതായത് ആദിത്യ യോഗവും ചന്ദ്രാധി യോഗവും സമസപ്തക യോഗവും ശുഭയോഗവുമാണ് 2026 ജനുവരി 1 സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും 2026 ഡിസംബർ മാസം 31 വരെയുള്ള സമയം സർവ്വ സൗഭാഗ്യ സമയമാണ്. കുംഭം രാശിക്കാരുടെ സാമ്പത്തിക നേട്ടം വളരെ കൂടുതലുണ്ടാകും. നിങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ബിസിനസ്സുകൾ അത് വളരെ കൂടുതൽ മേന്മയോടുകൂടി നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും. പരാജയമായി നിൽക്കുന്ന ബിസിനസ്സുകൾ പോലും വലിയ വിജയത്തിലേക്ക് കലാശിക്കും. ബിസിനസ് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒരു കുടുംബജീവിതത്തിൻ്റെ പൂർണ്ണ സാമ്പത്തിക വ്യവസ്ഥയെ സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിൽ സമ്പത്ത് അധികരിച്ചു വന്നു ചേരുന്നതായിരിക്കും ഈ ബിസിനസ്സുകളിലൂടെ. വിദേശയാത്ര, വിദേശ ഭാഗ്യക്കുറി, ഇതൊക്കെ കുംഭം രാശിക്കാർക്ക് നിറവോടുകൂടി വന്നു ചേരും. വലിയ കേരള ഭാഗ്യക്കുറിയുടെയൊക്കെ നല്ല സമ്മാനമൊക്കെ എണ്ണി തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത വണ്ണം കൈവശം വയ്ക്കാൻ കഴിയുന്ന തരത്തിൽ വന്നു ചേരും. മുടങ്ങിക്കിടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കുവാൻ കഴിയും. പിതൃ പൈതൃക അനുഗ്രഹം പൂർണ്ണമായും വന്നു ചേരുന്ന വർഷമാണ് 2026. ജീവിതത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങളും സൗഭാഗ്യങ്ങളും കുടുംബ സന്തോഷങ്ങളും ദാമ്പത്യ സന്തോഷങ്ങളും കുട്ടികളുമായുള്ള സന്തോഷവും എന്ന് വേണ്ട ഏതു തരത്തിലുള്ള സന്തോഷങ്ങളൊക്കെ ഉണ്ടോ അതെല്ലാം അനുഭവിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച രാശിക്കാരായി കുംഭം രാശിക്കാർ മാറും. അപ്പോൾ തീർച്ചയായും ഈ 4 യോഗങ്ങളുടെ സംയോഗം നിമിത്തം 2026 സർവ്വഭാഗ്യമായി ഈ 5 രാശിക്കാർക്ക് അനുഗ്രഹം നിറയട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.